കാട്ടാളൻ കാണാനായി എടപ്പള്ളി ലുലു മാളിലുള്ള PVR ഓഡി 6 തിരികെയാണ്. 4K ലേസർ ഡോൾബി അറ്റ്മോസ് ആണ് ഈ സ്ക്രീൻ വരുന്നത്. PVR പാസ്പോർട്ട് ഇതൊരു എക്സ്പയർ ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ 40 രൂപയാണ് തൽക്കാലം ഈ സിനിമയ്ക്ക് വേണ്ടി മുടക്കേണ്ടി വന്നിട്ടുള്ളൂ. ഈ സിനിമ 2 ആസ്പെക്ട് റേഷ്യോയിൽ അവൈലബിൾ ആണ്. കേരളത്തിലുള്ള എപ്പിക് സ്ക്രീനുകളിലും PXL സ്ക്രീനുകളിലും ഫ്ലാറ്റ് റേഷ്യോയിലും ബാക്കിയുള്ള സ്കോപ്പ് സ്ക്രീനുകൾ എല്ലാത്തിലും നമുക്ക് സ്കോപ്പ് ആസ്പെക്ട് റേഷ്യോയിലും കാണാൻ സാധിക്കും. ഈ വർഷം കണ്ടതിലെ ഏറ്റവും മോശം പടമായിട്ടാണ് കാട്ടാളൻ എന്നുള്ള ഈ സിനിമയെ ഞാൻ കണക്കാക്കുന്നത്. കാരണം വല്ലാത്തൊരു മെൻ്റൽ ടോർച്ചറായിരുന്നു. എനിക്ക് ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു സിനിമ കണ്ടിട്ട് ഇതേ സമാനമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സൂര്യയുടെ കങ്കുവ എന്ന് പറയുന്ന പടമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഇതിൻ്റെ ഈ സൗണ്ട് മിക്സിംഗ് ഉണ്ടല്ലോ, സൗണ്ട് മിക്സിംഗ് ഒന്നും പ്രോപ്പർ ആയിട്ടുള്ള ചാനൽ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഇവർ ഈ DB കൂട്ടി വെച്ചിരിക്കുന്നുണ്ട്. അതായത് ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ലോ മോഷൻസും ഈ വന്നവനും പോനവനും എല്ലാവർക്കും സ്ലോ മോഷൻ കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് എല്ലാത്തിനും BGM ആണ്. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നായകനൊന്ന് തിരിയുക അല്ലെങ്കിൽ എന്ത് കാണിച്ചാലും, അതായത് നായകനെന്നല്ല ഏത് ക്യാരക്ടർ എന്ത് കാണിച്ചാലും ഒരുപാട് സൗണ്ടിൽ നമുക്ക് ഇങ്ങനെ BGM നൽകുക എന്നുള്ളത് ഈ സിനിമയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ 2 മണിക്കൂറാണ് ഈ പടമുള്ളൂ. 2 മണിക്കൂർ എന്ന് പറയുന്നത് ചെറിയൊരു ഡ്യൂറേഷനാണ്. പക്ഷേ ഈ 2 മണിക്കൂർ നേരം ഈ വല്ലാത്തൊരു മെൻ്റൽ ടോർച്ചർ നൽകുന്ന രീതിയിലുള്ള ഒരു സിനിമാറ്റിക് പ്രസൻറ്റേഷനാണ് എനിക്ക് കാട്ടാളൻ എന്നുള്ള സിനിമയിലൂടെ കിട്ടുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ചില സിനിമകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് തെലുങ്കിലെ വലിയ സ്റ്റാർസിൻ്റെ പടമാണ്, അതിന് തമനാണ് മ്യൂസിക് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് ആ സിനിമയിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ ആ സിനിമയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഘടകം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്. പക്ഷേ ഈ സിനിമയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കഥ, ഇപ്പോൾ ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഈ ഐവറി, അതായത് ആനക്കൊമ്പ്, അതിൻ്റെ ഒരു കാർട്ടൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് 2 ആൾക്കാരുണ്ട്. ഒന്ന് സുനിൽ നയിക്കുന്നതാണ്, ഒന്ന് മറ്റേ മാർക്കോല വില്ലൻ ഉണ്ടല്ലോ, സൈറസ്, പുള്ളിയുടെ കബീർ ദുഹൻ സിംഗ് പുള്ളിയുടെ. ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും കൊണ്ട് ശത്രുതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിൽ നമ്മുടെ നായകൻ വരുന്നു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ കഥ. പിന്നെ കഥയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഥയുണ്ട്. ഇവർ തമ്മിലുള്ള ഈ ഗ്യാങ് വാറിനിടയിൽ പെട്ടു പോകുന്നൊരു നായകൻ, അതിനിടയിൽ പുള്ളിക്കാരൻ്റെതായിട്ടുള്ള ആ ഒരു ആർക്ക് കാര്യങ്ങളൊക്കെ പോകുന്നു എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാമെന്നേ ഉള്ളൂ. ഈ സിനിമയിലെ നായകൻ്റെ ഹീറോയുടെ ഇൻട്രോ, പെപ്പയുടെ ആക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി പെപ്പ നല്ല കിൻഡലിടിയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. RDXലൊക്കെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ഈയിടെയായിട്ട് മലയാള സിനിമയിൽ കാണുന്ന ഒരു പ്രശ്നം, അതായത് നല്ല രീതിയിലുള്ള ഒരു ആക്ഷൻ കോറിയോഗ്രാഫി എന്ന് പറയുന്നത് ഈ സിനിമയിലില്ല. സിനിമയിൽ ഒരുപാട് ആക്ഷൻ സീക്വൻസുകളുണ്ട്. ഒന്നാമത് സീറോ ഇമോഷനാണ്. നായകൻ്റെ ഒരു എൻട്രി ഫൈറ്റ് ഉണ്ട്. എൻട്രി ഫൈറ്റിൽ പെപ്പെ ഫൈറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരു നടനാണ്. പക്ഷേ ഇതിനകത്ത് യാതൊരുവിധ ഇമ്പാക്റ്റും ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ വളരെ ഷാലോ ആയിട്ടുള്ള സീൻസും കാര്യങ്ങളൊക്കെ വരുന്നു. പിന്നെ എൻ്റെ മെയിൻ കോൺഫ്ലിക്റ്റ് എന്നൊക്കെ പറയാതിരിക്കുന്നതാണ് ഭേദം. അങ്ങനെ ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ, അതായത് 1 മണിക്കൂറുള്ള ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ്, പക്ഷേ അതിൻ്റെ ഈ സ്ലോ മോഷനും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരമണിക്കൂറോളം നമുക്ക് ഈ ഫസ്റ്റ് ഹാഫ് കണ്ടു തീർക്കാം. അതായത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വല്ലാത്തൊരു മെൻ്റൽ ടോർച്ചറായിട്ട് ഫീൽ ചെയ്തിരിക്കുന്നത്. അതായത് ഇതിനകത്ത് പോസിറ്റീവ് എന്ന് പറയാനായിട്ട് എനിക്ക് ഒരു സീൻ പോലും, അതായത് ഇതിനകത്ത് വരുന്ന ആക്ഷൻ സീക്വൻസ് സീറോ ഇമോഷനാണ്. തിരക്കഥ, ഇങ്ങനെ വരുന്ന സംഭാഷണങ്ങൾ, അയ്യോ, പെപ്പയ്ക്ക് കൊടുത്തിരിക്കുന്ന സംഭാഷണങ്ങൾ, പുള്ളി അത് റെൻഡർ ചെയ്തിരിക്കുന്ന വിധം, അതായത് ഒരു ആക്ഷൻ മാസ് ഹീറോ ആണ് പുള്ളി ഉദ്ദേശിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ പെപ്പേനെ കൊണ്ട് പറ്റുന്നില്ല. അതായത് ഈ ഡയലോഗ് ഡെലിവറി എന്ന് പറയുന്നത്, ഡയലോഗ് മോഡുലേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പറഞ്ഞപ്പോൾ വേറൊരു കാര്യം ഓർത്തു. ഇതിനകത്ത് മലപ്പുറത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഹനാൻ ഷാ, മലബാർ ആ ഏരിയ മൊത്തത്തിൽ പുള്ളിക്ക് ഒരുപാട് ഫാൻ ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളി ഒരു സിംഗറാണ്, അറിയാമല്ലോ. അപ്പോൾ ശബ്ദം കൊണ്ട് ഒരുപാട് ഫാൻസിനെ ഉണ്ടാക്കിയ ഹനാൻ ഷാ എന്ന് പറയുന്ന ഒരാൾക്ക് ഇതിനകത്തൊരു റോളുണ്ട്. പക്ഷേ പുള്ളിക്ക് തുറക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിംഗിൾ ഡയലോഗില്ല ഈ പടത്തിൽ. പുള്ളിയുടെ ഫാൻസ് നല്ല രീതിയിൽ ഡിസപ്പോയിൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെ ഒരുവിധം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. അപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അതിലും പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തൊക്കെയോ ഒരു ഇൻറ്റൻഷനൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന ഒരു നായകനാണ്. സെക്കൻഡ് ഹാഫിൽ അതിൻ്റേതായിട്ടുള്ള എലവേഷൻ സീക്വൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ടാവുമെന്ന് വിചാരിക്കും. പക്ഷേ ഒന്നുമില്ലാതെ വളരെ പ്ലെയിൻ ആയിട്ടുള്ള, അയ്യോ, ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് എങ്ങനെയെങ്കിലും ഈ പടം ഒന്ന് തീർന്ന് കിട്ടിയാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് ക്യൂബ്സ്, അറിയാലോ, അവർ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ, കാരണം ഇവരുടെ പ്രൊഡക്റ്റിന് യാതൊരുവിധ ക്വാളിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ, ഈ കാട്ടാളൻ എന്ന് പറയുന്നതിന് യാതൊരുവിധ ക്വാളിറ്റി ഇല്ല. എൻ്റെ കണ്ണിൽ ഞാൻ ഈ വർഷം കണ്ടതിൽ ഏറ്റവും മോശം പടമാണ്. എന്നാൽ പോലും ഇവർ മാർക്കറ്റിംഗ് കാരണം ഇവർക്ക് ഇത് ലൈവായിട്ട് നിർത്താൻ അറിയാം. അപ്പോൾ ഈ മോഹൻലാൽ ഫാൻസ് ലോർഡ് മാർക്കോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. ഇവരുടെ ട്രംപ് കാർഡാണ് ഈ ലോർഡ് മാർക്കോ. അപ്പോൾ ഈ ലോർഡ് മാർക്കോ മോഹൻലാലാണോ അല്ലെങ്കിൽ ലോർഡ് മാർക്കോ മമ്മൂട്ടിയാണോ എന്നൊക്കെ ഉള്ള ഒരു സ്പെക്കുലേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇന്ന് കാലത്ത് മുതൽ തന്നെ ഇതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് ഒക്കെ ഭയങ്കര സംഭവമാണ്. അതായത് ലാലേട്ടൻ ഫാൻസിന് സംഭവം ഇറുക്ക്, മമ്മൂട്ടി ഫാൻസിന് സംഭവം ഇറുക്ക്, ഇതൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ രീതിയിലുള്ള ഇവരുടെ മാർക്കറ്റിംഗ് ഗിമ്മിക്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആക്ച്വലി ഇതിനകത്തൊരു ക്യാമിയോ ഉണ്ട്, സർപ്രൈസിങ് ആയിട്ടുള്ളൊരു ക്യാമിയോ ആണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഔട്ട് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ആരാണ് ക്യാമിയോ എന്നുള്ളത്. ആക്ച്വലി അതൊരു സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ആ ക്യാമിയോ ആണ് ഇതിനകത്ത് ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കോ യൂണിവേഴ്സ് ആണോ കാട്ടാളൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ യൂണിവേഴ്സ് സ്കാം എന്നുള്ളത് സ്ഥിരമായിട്ട് എല്ലാ ഇൻഡസ്ട്രിയിലും ഉള്ളതാണ്. മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ വീക്കെൻഡ് ആയിരുന്നു ഈ യൂണിവേഴ്സ് സ്കാമിൻ്റെ ആൾ. വീക്കെൻഡിൻ്റെ പടത്തിലും പെപ്പയുണ്ട്, ഒറ്റാലോ കൊണ്ടലോ അങ്ങനെ എന്തൊരു പടം.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് യൂണിവേഴ്സ് ക്യാമിന് ഫേമസ് ആയിട്ടുള്ള തമിഴ്നാട്ടിലുള്ള ഒരാളെ പിടിച്ച് ക്യാമിയോ ചെയ്താണ് ഈ സിനിമയിൽ എനിക്ക് തോന്നിയ ഒരേ ഒരു ക്രിയേറ്റിവിറ്റി. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ. പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എൽ എന്നെഴുതി കാണിക്കുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ആവേശമാണ്. എൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എൽ എന്നുള്ള ലെറ്റർ ഇപ്പോൾ ആരായിട്ടാണ് അസോസിയേറ്റ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഫാൻസിൻ്റെ ഒരു യൂഫോറിയ ഉണ്ടാക്കാൻ വേണ്ടി എൽ എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഇനി എൽ മാത്രം വേണ്ട, എമ്മും കൂടി ആവാം. അങ്ങനെ എം ഒന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ 2 ഫാൻസ് ഹാപ്പി ആവുമല്ലോ. അപ്പോൾ ഈ എല്ലും എമ്മും ലോർഡ് മാർക്കോ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ലോർഡ് മാർക്കോ ഹനീഫ് അദേനിയുടെ ക്യൂബ്സ് പ്രൊഡക്ഷനിലെ അടുത്ത പടമാണ്. അപ്പോൾ ബ്ലഡ് ബാത്ത് ബിഗിൻസ് എന്നുള്ള രീതിയിൽ ഒരു AI വീഡിയോ നമ്മളെ തട്ടിക്കൂട്ടി വച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഒന്നാമത് ഈ സിനിമയിൽ ഈ 2 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ തലവേദന അല്ലാതെ വേറെ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. അതായത് ക്യൂബ്സിൻ്റെ പ്രൊമോഷൻ അനുസരിച്ചിട്ട് ഇപ്പോൾ ഈ ലോർഡ് മാർക്കോ, അപ്പോൾ ഇന്നലെയാണെന്നുണ്ടെങ്കിൽ പിണറായി വിജയനാണ് ലോർഡ് മാർക്കോ എന്ന് അവർ പറഞ്ഞു കളയും. അതേ രീതിയിലുള്ള പ്രൊമോഷനാണ് ഇവർ ചെയ്യുന്നത്. പ്രൊമോഷൻ്റെ കാര്യത്തിൽ എത്തിക്സ് ഒന്നും നോക്കണ്ട എന്നുള്ളതാണ് അവരത്. അതിൻ്റെ ആവശ്യമില്ല, പ്രൊമോഷനല്ലേ. പക്ഷേ ഇവർ കാണിക്കുന്ന ഈ പ്രൊമോഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും സ്റ്റഫ് എന്തെങ്കിലും വേണ്ടേ. അപ്പോൾ സ്റ്റൈൽ ഓവർ സബ്സ്റ്റൻസ് എന്ന് പറയില്ലേ, ഈ പടത്തിൽ സ്റ്റൈലില്ല, ഈ പടത്തിൽ സബ്സ്റ്റൻസും ഇല്ല. ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലെ ആക്ഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെ നിർവികാരത അറ്റ് ഇറ്റ്സ് പീക്ക് എന്നൊക്കെ പറയുന്ന പോലെയാണ്. സുനിലാണ് ഇതിനകത്ത് വില്ലനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ സുനിലിൻ്റെ ക്യാരക്ടർ ഉണ്ടല്ലോ, അയ്യോ അത് എഴുതി വെച്ചിരിക്കുന്നത്, ഇവരൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത്? പണ്ട് ഗബ്ബർ സിംഗിനെയൊക്കെയാണ് ഇതുപോലെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ഈ പറയുന്ന അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നു, അവരുടെ ഇടയിലുള്ള ചെറിയ പെൺകുട്ടികളെ റേപ്പ് ചെയ്യുന്ന, എന്താണിത്? ഒരു വില്ലൻ ക്യാരക്ടറൊക്കെ ഇപ്പോഴും ഈ 2026 പ്രോപ്പറായിട്ട് എത്രയോ നല്ല വില്ലൻ ക്യാരക്ടേഴ്സ് മലയാളത്തിൽ വരും. ഇവർക്കൊന്നും ബസ് കിട്ടിയിട്ടില്ല ഇവിടെ നിന്നൊന്നും. അപ്പം അങ്ങനത്തെ ഒരു ഓഞ്ഞ വില്ലന്മാർ, അത്രയുള്ള എല്ലാ വില്ലന്മാരും അതെ. ഇനി നായകൻ, അയ്യോ സുറുമയൊക്കെ എഴുതിയാന്ന് തോന്നുന്നു അത് ആൻ്റണി വരുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ നല്ല ആക്ടറൊക്കെ തന്നെയാണ്, ആക്ഷനും നല്ല രീതിയിൽ ചെയ്യുന്നതാണ്. പക്ഷേ പുള്ളിയുടെ യാതൊരുവിധ നല്ല പെർഫോമൻസും ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ തുഷാര വിജയനുണ്ട്, കോമഡിയാണ്. പിന്നെ ഹിപ്സ്റ്റർ ഉണ്ട്, ഹനാൻ ഷാ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അയ്യോ പറയുമ്പോഴേക്കും എനിക്കത് ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തലവേദന എടുക്കുന്നു. അതുപോലത്തെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ്. അയ്യോ, പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പെപ്പെ ഒരു കാര്യമില്ല. പുള്ളി നല്ല രീതിയിൽ ഫൈറ്റൊക്കെ ചെയ്യുന്ന ആളാണ്. ഈ പടത്തിൽ ഫൈറ്റും കാര്യമായിട്ട് വരുന്നില്ല. പിന്നെ ജഗദീഷ്, പുള്ളി കൊടുത്തിരിക്കുന്ന വിഗ് മറ്റേ ചോട്ടാ മുംബൈയിൽ സിദ്ദിഖ് വെച്ച വിഗാണെന്ന് തോന്നുന്നു. അതേപോലെ മുള്ളൻ ചന്ദ്രപ്പൻ വിഗ്, ആ ടൈപ്പ് വിഗൊക്കെ വെച്ചിട്ടുണ്ട്. പുള്ളി നല്ല രീതിയിൽ ആക്ഷനൊക്കെ ഈ പടത്തിൽ ചെയ്യുന്നുണ്ട് കേട്ടോ, ജഗദീഷ് ഏട്ടൻ. പിന്നെ ഉള്ളത് സിദ്ദിഖ്. ഈ സിദ്ദിഖിൻ്റെ ക്യാരക്ടറിന് ഭയങ്കര ക്ലാപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം ഇത് മാർക്കോലുള്ള ആ സെയിം ക്യാരക്ടറാണോ അങ്ങനെയൊക്കെ. അപ്പോൾ അതിനകത്ത് എന്തോ പേരൊക്കെ ഉണ്ട്, മാർക്കോലുള്ള അതോ ക്യാരക്ടറാണോ ഒന്നും അതൊന്നും റിവീൽ ചെയ്യുന്നില്ല. ഒരു യൂണിവേഴ്സ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജഗദീഷിൻ്റെ ക്യാരക്ടർ, പിന്നെ കബീർ ദുഹൻ സിംഗിൻ്റെ ക്യാരക്ടർ, അതൊക്കെ നമുക്കൊരു കോൺഫ്ലിക്റ്റ് വരും. എന്നാൽ അത് ക്യാരക്ടർ ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ അവരെല്ലാം വേറെ ആൾക്കാരാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ് മാർക്കോ യൂണിവേഴ്സ് ആക്കി മാറ്റാം. അപ്പോൾ ഈ മാർക്കോ യൂണിവേഴ്സ്, ആ യൂണിവേഴ്സ് സ്കാം ഉണ്ടല്ലോ, അതിനുവേണ്ടി കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നു സിദ്ദിഖിനെ. പിന്നെ ഇതിനകത്ത് എടുത്തു പറയത്തക്ക ഹനാൻ ഷാ ഫുൾ ടൈം പുറകിലുണ്ട്. പക്ഷേ പുള്ളിക്കാരന് ഡയലോഗ്സ് തുടങ്ങിയ കാര്യങ്ങളൊന്നുമില്ല. എന്തെങ്കിലും ഒരു ഡയലോഗ് കൊടുക്കായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ ഇപ്പോൾ സിഗരറ്റ് കത്തിക്കുന്ന കുറച്ച് സീനും, പിന്നെ എന്താ പറയുക, പിന്നെ ഒരു വെടി വെക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അപ്പം മലബാർ ബ്ലാസ്റ്റ് ആവാനുള്ള സംഭവങ്ങളൊക്കെ പടത്തിലുണ്ട്. ഇപ്പോൾ ഫാൻസ് എങ്ങനെ അത് സ്വീകരിക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഇതിനകത്ത് പെർഫോമൻസിൻ്റെ കാര്യം എടുത്ത് പറയാനാണെങ്കിൽ സുനിൽ, ആക്ച്വലി സുനിലാണ് ഈ സിനിമയിലെ മെയിൻ ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഏറ്റവും കൂടുതൽ സ്ക്രീൻ ടൈമും ഏറ്റവും കൂടുതൽ ഈ ക്യാരക്ടറിനെ കുറിച്ചാണ് ഭയങ്കര ബിൽഡപ്പും കാര്യങ്ങളും സ്ലോ മോഷനും കാര്യങ്ങളും ഒക്കെ കുറച്ചിരുന്നുണ്ടെങ്കിൽ പടം പകുതിയായി കുറഞ്ഞാൽ. പിന്നെ പുള്ളി നല്ല രീതിയിൽ ഡാൻസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒരു ഐറ്റം ഡാൻസ് 2 പെണ്ണുങ്ങൾ വെച്ചിട്ട് ഒരു പാട്ടൊക്കെ വരുന്നുണ്ട്. പാട്ടൊക്കെ കണക്കാണ്. രവി ബാസ്റ്റോ, അത് എടുത്ത് പറയണം. പുള്ളി എല്ലാത്തിനും BGM ആണ്. ഇപ്പോൾ ഈ ഇലക്ട്രോ BGM ഇങ്ങനെ എല്ലാ സീക്വൻസിലും ഇങ്ങനെ കൊടുത്ത് തലവേദന ആക്കിയിട്ടുണ്ട്. പിന്നെ ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ആക്ഷൻ സീക്വൻസ് ഒന്നും കാര്യമായിട്ട് ഇതിൻ്റെ കളർ ഗ്രേഡിങ് ഒന്നും ഇമ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായമാണ്. ഇന്ന് ബലിപെരുന്നാളാണ്. ഇതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള ഷെറീഫിക്കയുടെ ആ ഒരു ബലിപെരുന്നാളിൻ്റെ ആ ഒരു ബലി, അതാണ് പ്രോപ്പറായിട്ട് പടച്ചോൻ സ്വീകരിക്കുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ടിക്കറ്റ് എടുത്ത എല്ലാവരുടെയും കാശ്, സമയം, ഇതൊക്കെയാണ് പുള്ളി ബലി കൊടുത്തിരിക്കുന്നത്. എത്ര ആൾക്കാരുണ്ടാവും. അവധി ദിവസമായതുകൊണ്ട് തന്നെ ഞാൻ കണ്ട തിയേറ്റർ ഫുള്ളായിരുന്നു. പിന്നെ ക്യൂബ്സിൻ്റെ പടമാണ്, നല്ല രീതിയിൽ പ്രൊമോഷനൊക്കെ നല്ല രീതിയിൽ വർക്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ട് പടത്തിന്, തിരക്കില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഫൈനൽ ഔട്ട്പുട്ട് ഇതാണ്. നമ്മളുടെ കാശ്, നമ്മുടെ സമയത്തിനൊന്നും യാതൊരുവിധ വിലയും തരാത്ത ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ നിന്നും വന്നിട്ടുള്ള ഒരു കച്ചറ പടം എന്നല്ലാതെ എനിക്ക് വേറെ ഒന്നും കാട്ടാളൻ എന്നുള്ള സിനിമയെക്കുറിച്ച് പറയാനില്ല. വേറെ ഏതെങ്കിലും സിനിമ കാണണം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു തെറാപ്പിക്ക് വേണം. അല്ലാണ്ട് ഈ സാധനം മൈൻഡിൽ നിന്ന് പോകില്ല.